എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നരച്ച മുടി കറുപ്പിക്കാനായിട്ട് നാച്ചുറലായി വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു ഹെയർ ഡൈയുടെ വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ കുട്ടികളിലും മുതിർന്നവരിലും കാണുന്ന ഒരു വലിയ പ്രശ്നമാണ് മുടി നര, അല്ലേ? മാറിയ ജീവിതശൈലി, കാലാവസ്ഥയിലെ മാറ്റം, സ്ട്രെസ്, ഹോർമോൺ വ്യതിയാനം ഇതെല്ലാം മുടി കൊഴിച്ചിലിനും മുടി നര വരാനും കാരണമാകുന്നു. ആദ്യം കുറച്ച് മുടിയെ നരച്ചുവെങ്കിലും കെമിക്കൽ ഡൈയുടെ നിരന്തര ഉപയോഗം കൂടുതൽ നര വരാൻ സാധ്യതയേറുന്നു. യാതൊരു പാർശ്വഫലങ്ങളുമില്ലാതെ ഈ ഹെയർ ഡൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ഈ ഹെയർ ഡൈ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് പനിക്കൂർക്കിലിയാണ്. ഞാനിവിടെ ഒരു 15ഓളം പനിക്കൂർക്കിലി എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള പനിക്കൂർക്കിലിയാണ് വേണ്ടത്. ഈ ഔഷധ ചെടി പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ചുമ, നെഞ്ചിലെ കഫക്കെട്ട്, പല അസുഖങ്ങൾക്കും നല്ലതാണ്. നരച്ച മുടി കറുപ്പിക്കാൻ വേണ്ടി മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പനിക്കൂർക്കിലയാണ്. പനിക്കൂർക്കില കൊണ്ട് തയ്യാറാക്കുന്ന ഒരു ഹെയർ ഡൈയുടെ വീഡിയോ ഞാൻ ചാനലിൽ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ട് ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കി നോക്കി നല്ല റിസൾട്ട് കിട്ടിയതാണ്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ നമുക്ക് ഈ ഹെയർ ഡൈ എങ്ങനെ തയ്യാറാക്കുക നോക്കാം. ഇതിലേക്ക് ഇനി 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ഓൺ ആക്കി കൊടുത്ത ശേഷം നന്നായിട്ട് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം നല്ല പോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 2 ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇത് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ 1 ഗ്ലാസ് വെള്ളം എന്നുള്ളത് ഏകദേശം ഒരു 1/2 ഗ്ലാസ് ആകുന്ന രീതിയിൽ നമുക്കിത് വറ്റിച്ചെടുക്കണം. ചായപ്പൊടിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നരച്ച മുടി കറുപ്പിക്കുന്നതിന് ഏറ്റവും നല്ല പരിഹാരമാണ് ചായപ്പൊടി. നല്ല പോലെ തന്നെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. 15-18 വയസ്സ് മുതലുള്ള കുട്ടികളിൽ ആദ്യം 1-2 മുടി നരച്ചു തുടങ്ങിയാൽ പിന്നെ 25 വയസ്സാകുമ്പോഴത്തേക്കും നല്ല പോലെ തന്നെ കൂടുതൽ മുടി നരച്ച് കാണാറുണ്ട്. ചായപ്പൊടി തലയോട്ടിയിലെ രക്തയോട്ടം വർദ്ധിച്ച് വേഗത്തിൽ മുടി വളരാൻ സഹായിക്കുന്നുണ്ട്. നന്നായി തിളച്ചു തുടങ്ങുന്ന സമയത്ത് ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. കട്ടൻ ചായ ഇത് നല്ലപോലെ തിളച്ച് ഏകദേശം 1/2 ഗ്ലാസോളം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കട്ടൻ ചായ ഒന്ന് നന്നായിട്ടൊന്ന് തണുത്ത് വന്ന ശേഷം അരിച്ചെടുക്കേണ്ടതാണ്. തണുത്ത് വരട്ടെ. കട്ടൻ ചായ തണുത്ത ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിന്റെ മുഴുവൻ സത്ത് കിട്ടാൻ വേണ്ടിയിട്ട് സ്പൂൺ കൊണ്ട് നല്ല പോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ മുഴുവൻ സത്തും കിട്ടും. ദിവസവും നമ്മൾ തല കഴുകുന്ന സമയത്ത് ഈ വെള്ളം തലയിൽ ഒഴിച്ചിട്ട് കഴുകിയാൽ മുടി വളരാൻ വേണ്ടിയിട്ടും തലയോട്ടില് രക്തോട്ടം കൂട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ നല്ലതാണ്. മുടിയുടെ സ്വാഭാവിക നിറം കിട്ടാനും തിളക്കം കിട്ടാനും മുടിയുടെ നര കുറയ്ക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് നല്ല പോലെ കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തതാണ്. ഇനി ഇത് തണ്ടിൽ നിന്നും ഓരോന്നായിട്ട് അടർത്തിയെടുക്കാം. പനിക്കൂർക്കിലൊക്കെ അത്രയും ഗുണങ്ങളാണുള്ളത്, നമുക്ക് പറഞ്ഞാൽ തീരില്ല. മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് നമ്മുടെ പനിക്കൂർക്കിലയാണ്. മാത്രമല്ല നമ്മൾ ഈ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലയാൾക്ക് ഈ തണുപ്പ് ജലദോഷമൊക്കെ വരുത്തുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, കാരണം നമ്മൾ ഈ ചേർക്കുന്നത് പനിക്കൂർക്കിലയാണ്. ഈ ഒരു ഭാഗമൊന്നും കളയേണ്ട ആവശ്യമില്ല, ഇതങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഈ പനിക്കൂർക്കില കൈ കൊണ്ടൊന്ന് മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തണ്ടടക്കം ഇട്ട് കൊടുക്കാം. കത്തിയൊന്നും വേണമെന്നില്ല, കൈ കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നെല്ലിക്കപ്പൊടിയാണ്. നെല്ലിക്കക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. മുടിയുടെ കാര്യത്തിൽ പ്രകൃതിദത്ത കണ്ടീഷണർ ആയിട്ട് നമുക്ക് നെല്ലിക്ക ഉപയോഗിക്കാവുന്നതാണ്. വൈറ്റമിൻ സിയുടെ കലവറയാണ്. മുടിക്ക് നല്ല തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടും നരച്ച മുടി കറുപ്പ് കിട്ടാനും വളരെ നല്ലതാണ് നെല്ലിക്ക. 2 ടീസ്പൂൺ നെല്ലിക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളെ മുടി എത്രത്തോളം നരയുണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ എടുക്കുന്ന അളവുകളെല്ലാം നോക്കാൻ വേണ്ടി. ഞാനിവിടെ ഒരു 15ഓളം പനിക്കൂർക്കിലയുടെ അളവിനാണ് എടുക്കുന്നത്. നെല്ലിക്കപ്പൊടിയോടൊപ്പം അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മൈലാഞ്ചിപ്പൊടിയാണ്, അതായത് ഹെന്ന. മുടിയുടെ നര മാറ്റാൻ പലരും സ്വീകരിക്കുന്ന ഒരു മാർഗമാണ് ഹെന്ന. താരൻ മാറ്റാനും തലയിലെ ചൊറിച്ചിൽ മാറ്റാനും തലയ്ക്ക് തണുപ്പ് കിട്ടാനും ഹെന്ന വളരെയധികം സഹായകമാണ്. അപ്പൊ നമ്മൾ എടുക്കുന്ന ഹെന്നപ്പൊടി ആയാലും നെല്ലിക്കപ്പൊടി ആയാലും എല്ലാം പുതിയതായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെയുള്ള ആ കളറൊന്നും കിട്ടണമെന്നില്ല. നെല്ലിക്കപ്പൊടി എടുത്ത പോലെ തന്നെ ഹെന്നപ്പൊടിയും 2 ടീസ്പൂൺ ആണ് എടുക്കുന്നത്.
ഇനി ഇത് മൂന്നും കൂടി നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു കട്ടൻ ചായയുടെ വെള്ളം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കാം. ഒരുപാട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കരുത്, നമുക്കിത് നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നല്ല പോലെ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. ഡൈ മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പ് ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തുരുമ്പിച്ചിട്ട് വേണ്ടാണ്ടിട്ട ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിലേക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള പനിക്കൂർക്കയിലയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും ഈ ഒരു ചീനച്ചട്ടിയിലേക്ക് മാറ്റാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കൂടുതലായിട്ട് മുടി നര ഉണ്ടെങ്കിൽ മാക്സിമം ഒരു 20-25ഓളം പനിക്കൂർക്കയില എടുത്തിട്ട് ബാക്കിയുള്ള അളവൊക്കെ നോക്കിയിട്ട് എടുക്കാവുന്നതാണ്. നമ്മൾ ഇങ്ങനെ കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല പോലെ ഡൈ കറുപ്പ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു മിക്സ് ചെയ്താൽ അധികം കട്ടിയും ആയിട്ടില്ല, അധികം ലൂസും അല്ല. ഈ ഒരു പാകത്തിലാണ് ഡൈ വേണ്ടത്. ഈ മിക്സ് ലൂസായി പോയാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടിക്ക് പിടിച്ചു കിട്ടൂല. നമ്മളിത് ഒരു ദിവസം കഴിഞ്ഞാണ് ഉപയോഗിക്കേണ്ടത്. മാക്സിമം ഒരു 8 മണിക്കൂറെങ്കിലും വെക്കണം. ഞാനിത് ഓവർനൈറ്റ് ആണ് ഉണ്ടാക്കിയത്. നമ്മൾ രാവിലെയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ രാത്രി ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കണം. അതല്ല നമ്മൾ വൈകുന്നേരമാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ രാവിലെ മിക്സ് ചെയ്ത് വെച്ചാലും മതി. മാക്സിമം ഒരു 8 മണിക്കൂറെങ്കിലും കിട്ടണം. ഇനി നമുക്കിത് മൂടി വെച്ച് ഇത് നാളെ രാവിലെ നോക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഡൈ നല്ല രീതിയിൽ തന്നെ കറുപ്പ് വന്നിട്ടുണ്ടാവും. ഡൈ മിക്സ് ചെയ്ത് വെച്ചിട്ട് പിറ്റേന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇതാ നോക്കൂ, നല്ല ബ്ലാക്ക് കളറിന് കിട്ടിയിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്രയും നല്ല ബ്ലാക്ക് കളറാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഈ ഡൈ തലയിൽ തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തലയിൽ ഒട്ടും തന്നെ എണ്ണമയം പാടില്ല. എണ്ണമയം ഉണ്ടെങ്കിൽ നമ്മുടെ ഡൈ തലയിൽ പിടിച്ചു കിട്ടൂല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കുളിക്കുന്നതിന്റെ 1 മണിക്കൂർ മുന്നേ വേണം നമ്മൾ ഈ ഡൈ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. തേക്കുമ്പോൾ ബ്രഷോ അല്ലെങ്കിൽ ഗ്ലൗസോ ഉപയോഗിച്ചിട്ട് വേണം തലയിൽ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മളെ കയ്യിലും നഖത്തിലൊക്കെ ആയിട്ട് ആ കറുപ്പ് കളർ പോകാൻ കുറെ ദിവസങ്ങൾ എടുക്കും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിത് ആഴ്ചയിൽ 1-2 ദിവസം തലയിൽ തേച്ച് കൊടുക്കണം. പിന്നീട് അത് നമ്മൾ നിരന്തരമായിട്ടുള്ള ഉപയോഗം കാരണം മാസത്തിൽ 1 തവണ ഉപയോഗിക്കേണ്ട രീതിയിലെത്തും. നമ്മൾ തലയിൽ തേച്ച ദിവസം ഷാമ്പു സോപ്പ് ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു അല്ലെങ്കിൽ താളിയോ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ പനിക്കൂർക്കയില കൊണ്ട് തയ്യാറാക്കിയത് കൊണ്ട് തന്നെ അങ്ങനെ യാതൊരു അലർജി പ്രശ്നങ്ങളോ തുമ്മലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നില്ല. നെല്ലിക്ക ചേർത്ത് കൊടുത്തോണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ കറുപ്പ് കളറും കിട്ടും. മുടിക്ക് അത്രയും നല്ലതുമാണ്. ഇത് കണ്ടില്ലേ, അത്രയും നല്ലൊരു ബ്ലാക്ക് കളറാണ് ഡൈ കിട്ടിയിട്ടുള്ളത്. അപ്പൊ പനിക്കൂർക്കയില കൊണ്ട് തയ്യാറാക്കിയ ഈ ഒരു ഡൈയുടെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടെന്നും കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും. അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.